So draw the arrow network for the project based on the following data. A and B can be performed concurrently and start of the project. A must precede C and D. G must follow C. M is dependent on both D and G. Neither E or F can start before B is completed, but E and F can be performed concurrently. D must precede H. F is dependent on both E and F. K can begin only after J, M and H are completed. L is the last operation which follows K. എഴുതി കഴിഞ്ഞാൽ ജസ്റ്റ് എല്ലാവരും പറയുക കഴിഞ്ഞോ ഇല്ലയോ എന്നുള്ളത്. ഹലോ, അൺമ്യൂട്ട് ആക്കിയിട്ടൊന്ന് പറയാമോ ക്വസ്റ്റ്യൻ എഴുതി കഴിഞ്ഞോ എന്ന്? ഹലോ, ഓക്കെ. Okay, first draw the arrow network for a project based on the following data. First data എന്താണ്? A and B can be performed concurrently and start of the project. Concurrently means എന്താണ്? ഒരേ സമയം എയും ബിയും സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും. സോ എ ആൻഡ് ബി ആർ ആക്ടിവിറ്റീസ്. ആക്ടിവിറ്റീനെ നമ്മൾ എങ്ങനെ റെപ്രസെൻറ്റ് ചെയ്യുന്ന? ആരോ വെച്ചിട്ട് റെപ്രസെൻറ്റ് ചെയ്യുന്ന. എന്തെങ്കിലും ആക്ടിവിറ്റി തുടങ്ങണമെങ്കിൽ നമ്മൾക്ക് എന്ത് വേണം? ഫസ്റ്റ് ഒരു ഇനിഷ്യൽ ഈവൻറ്റ് വേണം. സോ നമ്മൾ ഒരു ഈവൻറ്റ് അസ്യൂം ചെയ്ത് അതിനിപ്പം ഒരു പേര് കൊടുക്കുകയാണ്. ഇപ്പം നമ്മൾ പറഞ്ഞു ലെഫ്റ്റ് ടു റൈറ്റ് ആയിരിക്കും ഈവൻറ്റിൻ്റെ ഫ്ലോ. ഫസ്റ്റ് ചെറിയ നമ്പറിൽ നിന്ന് കൂടിക്കൂടി വരുന്നതാണ് റൈറ്റിലോട്ട് പോകുന്തോറും. ഓക്കെ, സോ ഫസ്റ്റ് നമ്മൾ 1 എന്ന് പറഞ്ഞിട്ടൊരു ഈവൻറ്റ് കൊടുത്തു. എന്നിട്ട് നമ്മുടെ ഫസ്റ്റ് പോയിന്റ് എന്താ? എ ആൻഡ് ബി ക്യാൻ ബി പെർഫോംഡ് കൺകറൻ്റ്ലി ആൻഡ് സ്റ്റാർട്ട് ഓഫ് ദ പ്രോജക്റ്റ്. എയും ബിയും ഒരുമിച്ച് ചെയ്യാൻ പറ്റുന്നതാണ്, അതാണ് ബിഗിനിങ് ഓഫ് ദ പ്രോജക്റ്റ് എന്ന്. സോ എ ആൻഡ് ബിയും നമ്മൾ മാർക്ക് ചെയ്യുകയാണ്. എ ആൻഡ് ബി എന്താണ്? ആക്ടിവിറ്റീസ് ആണ്. ദെൻ ആക്ടിവിറ്റീസ് ആയതുകൊണ്ട് തന്നെ അത് ആരോ ആയിട്ടാണ് നമ്മൾ മാർക്ക് ചെയ്യുന്നത്. ഇതിന് എ ആയിട്ടും. സോ ഒരു ആക്ടിവിറ്റി കഴിയുമ്പോൾ അടുത്തത് ഓട്ടോമാറ്റിക്കലി ഫൈനൽ ഇവൻ്റ്, ഫിനിഷിംഗ് ഇവൻ്റ് ആയിരിക്കും അതിൻ്റെ. സോ ഓരോ ആക്ടിവിറ്റി കഴിയും തോറും അതിൻ്റെ ഇവൻറ്റും കൂടെ നമ്മൾ മാർക്ക് ചെയ്യാം. നോക്കൂ, സോ ആക്ടിവിറ്റി എ ആദ്യം മാർക്ക് ചെയ്തു. സോ അതിൻ്റെ ലാസ്റ്റ് ഇവൻറ്റ് 2 എന്നും എ ആൻഡ് ബി ക്യാൻ ബി പെർഫോംഡ് കൺകറൻ്റ്ലി എന്ന് പറയുമ്പോൾ ഓട്ടോമാറ്റിക്കലി ബിയും മാർക്ക് ചെയ്തു. ഇതെല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഫസ്റ്റ് എ ആൻഡ് ബി ക്യാൻ ബി പെർഫോംഡ് കൺകറൻ്റ്ലി എന്ന് പറയുമ്പോൾ തന്നെ ആദ്യം നമ്മളൊരു ഇനിഷ്യൽ ഇവൻറ്റ് മാർക്ക് ചെയ്യുക. അത് കഴിഞ്ഞിട്ട് എ മാർക്ക് ചെയ്യുക, ബി മാർക്ക് ചെയ്യുക. ഓരോ ആക്ടിവിറ്റി മാർക്ക് ചെയ്യുന്തോറും മാർക്ക് ചെയ്യുമ്പോൾ തന്നെ അതിൻ്റെ ആക്ടിവിറ്റി എങ്ങനെ കഴിയുന്നത് കാണിക്കുന്ന അതിൻ്റെ ഫൈനൽ അല്ലെങ്കിൽ ഫിനിഷിംഗ് ഇവൻ്റ് കൂടെ കാണിക്കുക. സോ എ ആക്ടിവിറ്റി സ്റ്റാർട്ട് ചെയ്യുന്ന ഇവൻറ്റ് 1 നിന്നാണെങ്കിൽ സ്റ്റോപ്പ് ചെയ്യുന്നത് ഇവൻറ്റ് 2 ആണ്. ബി ആക്ടിവിറ്റി 1 നിന്നാണ് സ്റ്റാർട്ട് ചെയ്യണമെങ്കിൽ സ്റ്റോപ്പ് ചെയ്യുന്നത് ഇവൻറ്റ് 3യിലാണ്. ആൻഡ് ദേ ആർ പെർഫോംഡ് കൺകറൻ്റ്ലി അല്ലേ, ഒരേ സമയത്ത് തന്നെയാണ് അത് ചെയ്യുന്നത്. കാരണം എ കഴിഞ്ഞിട്ടാണോ ബി കാണിക്കുന്നത്? അല്ല, എയും ബിയും ഒരേ ഒരു ഇവൻറ്റിൽ സ്റ്റാർട്ട് ചെയ്ത് ഒരുമിച്ച് ചെയ്യുന്നതായിട്ടാണ് ഫസ്റ്റ് പോയിന്റ്. സോ നമ്മൾ ഫസ്റ്റ് പോയിന്റ് മാർക്ക് ചെയ്ത് കഴിഞ്ഞു. ആൻഡ് സി, നമ്മൾ ആരോയുടെ ഡിറക്ഷനും കൊടുത്തിട്ടുണ്ട്. എപ്പോഴും ലെഫ്റ്റ് ടു റൈറ്റ് ആയിരിക്കും ഡിറക്ഷൻ. ഓക്കെ, ഇനി സെക്കൻഡ് എന്താണ് പോയിന്റ്? എ മസ്റ്റ് പ്രിസീഡ് സി ആൻഡ് ഡി എന്ന് വെച്ചാൽ സി ആൻഡ് ഡി എന്നുള്ള ആക്ടിവിറ്റിനെ പ്രിസീഡ് ചെയ്യുന്ന ആക്ടിവിറ്റി ഏതാണ്? എ. ദാറ്റ് മീൻസ് എ കഴിഞ്ഞിട്ട് വരുന്ന ആക്ടിവിറ്റി ആയിരിക്കണം എന്ത്? സി ആൻഡ് ഡി അല്ലേ. എ മസ്റ്റ് പ്രിസീഡ് സി ആൻഡ് ഡി എന്ന് വെച്ച് കഴിഞ്ഞാൽ എ കഴിഞ്ഞ് വരുന്ന ആക്ടിവിറ്റി ആയിരിക്കണം സി ആൻഡ് ഡി. സോ അത് നമ്മൾക്ക് മാർക്ക് ചെയ്യാമല്ലോ. നമ്മൾ മാർക്ക് ചെയ്ത് വരുമ്പോൾ ഓരോ ഇവൻറ്റ് ഫൈനൽ ഇവൻറ്റ്സിന് ഇതിന് കറസ്പോണ്ടിങ് ആയിട്ട് നമ്പർ ഇട്ട് പോവുക. ഇപ്പം 1, 2, 3 വരെ ഇട്ടെങ്കിൽ ഇനി സി ആൻഡ് ഡി മാർക്ക് ചെയ്യുമ്പോൾ അത് 4, 5 ഓട്ടോമാറ്റിക്കലി നമ്മൾ ഇട്ടിട്ട് പോവുക. ഓൾവേസ് നമ്മളൊരു പെൻസിലും കൊണ്ടാണ് ആദ്യം വരക്കണമെങ്കിൽ എന്തെങ്കിലും ലാസ്റ്റ് നമ്മൾ ഫൈനലൈസ് ചെയ്യുമ്പോൾ നമുക്ക് പെന്നുകൊണ്ട് വരച്ച് തെറ്റൊക്കെ ഉണ്ടെങ്കിൽ മായ്ച്ച് ശരിയാക്കി എടുക്കാം. സോ നമുക്ക് സി ആൻഡ് ഡി മാർക്ക് ചെയ്യാമല്ലോ. എ മസ്റ്റ് പ്രിസീഡ് സി ആൻഡ് ഡി എന്ന് പറയുമ്പം എ കഴിഞ്ഞിട്ട് സി ആൻഡ് ഡി മാർക്ക് ചെയ്യാം. നോക്കൂ, ഇവിടെ നമ്മൾ ഫസ്റ്റ് സി മാർക്ക് ചെയ്തു. സോ ഓട്ടോമാറ്റിക്കലി ഫൈനൽ ഇവൻറ്റ് നമ്മൾ എന്തായിട്ട് മാർക്ക് ചെയ്തു? 4 ആയത്. സി മാർക്ക് ചെയ്തു, അതുപോലെ തന്നെ ഡി മാർക്ക് ചെയ്തു.
എ മസ്റ്റ് പ്രിസീഡ് സി ആൻഡ് ഡി. സോ അതിൻ്റെ അർത്ഥം എന്തെന്നാ, സി ആൻഡ് ഡിയും കൺകറൻ്റ് ആയിട്ട് നടക്കുന്നതാണ് അല്ലേ. സിയുടെ പ്രിസീഡിങ് ആക്ടിവിറ്റി നോക്കിയാലും എ ആയിരിക്കണം, ഡിയുടെ പ്രിസീഡിങ് ആക്ടിവിറ്റി നോക്കിയാലും എ ആയിരിക്കണം. അതാണ് അതിൻ്റെ അർത്ഥം. ഇനി നെക്സ്റ്റ് ജി മസ്റ്റ് ഫോളോ സി. ഓക്കെ, ജി മസ്റ്റ് ഫോളോ സി എന്ന് പറയുമ്പോൾ ജി എന്നുള്ള ആക്ടിവിറ്റി സി കഴിഞ്ഞിട്ട് വേണം വരാൻ. ദാറ്റ് മീൻസ് ജി എന്നുള്ള ആക്ടിവിറ്റിയുടെ പ്രിസീഡിങ് ആക്ടിവിറ്റി എന്താണ്, സി ആണ് അല്ലേ. സോ ഇനി നമ്മൾക്ക് ജി മാർക്ക് ചെയ്യാം. ജി അപ്പോൾ എവിടെയായിട്ടായിരിക്കും നമ്മൾ മാർക്ക് ചെയ്യുന്നത്, ജി മസ്റ്റ് ഫോളോ സി എന്ന് പറയുമ്പോൾ സി കഴിഞ്ഞിട്ട് വേണം ജി മാർക്ക് ചെയ്യാൻ. ഷാൽ വി? കണ്ടോ, ഇപ്പം നമ്മൾ ജി മാർക്ക് ചെയ്തു. കാണാൻ പറ്റുന്നുണ്ടോ? ഇത് ഈ മുകളിലത്തെ സാധനം മാറുന്നില്ല, ടാസ്ക് ബാർ. ഓക്കെ, ഇപ്പം മാറി. സോ ജി മസ്റ്റ് ഫോളോ സി. ജി മസ്റ്റ് ഫോളോ സി നമ്മൾ മാർക്ക് ചെയ്ത് എങ്ങനെയാണ്, സി കഴിഞ്ഞിട്ട് ജി മാർക്ക് ചെയ്തു. അതിൻ്റെ ഫൈനൽ ഇവൻ്റ് നമ്മൾ 5 ഇവിടം വരെ മാർക്ക് ചെയ്തുകൊണ്ട് നെക്സ്റ്റ് 6 ഇട്ട് കൊടുത്തു. ഇനി അടുത്ത പോയിന്റ് എന്താ, എം ഈസ് ഇൻഡിപെൻഡൻറ്റ് ഓൺ ബോത്ത് ഡി ആൻഡ് ജി. സോ എം ഈസ് ഡിപ്പെൻഡൻറ്റ് ഓൺ ബോത്ത് ഡി ആൻഡ് ജി. സോ ജി വരെ നമ്മൾ മാർക്ക് ചെയ്ത അടുത്ത നമ്മൾക്ക് പോയിന്റിൽ നിന്ന് വായിച്ചപ്പോൾ മനസ്സിലായത് എന്താ, എം ആണ് അടുത്ത ആക്ടിവിറ്റി. സോ എം എന്ത് കഴിഞ്ഞ് വരാം, ജി കഴിഞ്ഞിട്ടായിരിക്കും എം വരുന്നത്. പക്ഷേ എം വരണമെങ്കിൽ എന്താണ് പോയിന്റ്, എം ഈസ് ഡിപ്പെൻഡൻറ്റ് ഓൺ ബോത്ത് ഡി ആൻഡ് ജി. ഡിയും ജിയും കഴിഞ്ഞാൽ മാത്രമേ എം സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുള്ളൂ. സോ അങ്ങനെ വരുമെങ്കിൽ നമ്മൾ എങ്ങനെ മാർക്ക് ചെയ്യും, അവിടെയാണ് നമ്മൾ ഡമ്മി ആക്ടിവിറ്റി ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. സോ നമ്മളുടെ എം ജി കഴിഞ്ഞിട്ടാണ് വരേണ്ടത്. പക്ഷേ എം നടക്കണമെങ്കിൽ ഡിയും ജിയും കഴിഞ്ഞിരിക്കണം. സോ അതിന് നമ്മൾ ഈ ഡീനെ എമ്മോ ആയിട്ട് റിലേറ്റ് ചെയ്യുന്ന എങ്ങനെയാണ്, ഡമ്മി ആക്ടിവിറ്റി മാർക്ക് ചെയ്തു, എന്നിട്ട് നമ്മൾ എം മാർക്ക് ചെയ്തു. ഓക്കെ, സോ എം ജി കഴിഞ്ഞിട്ടാണ്. ബട്ട് വാട്ട് ഈസ് ദ ഡിഫറൻസ്, എം ഈസ് ഡിപ്പെൻഡൻറ്റ് ഓൺ ബോത്ത് ഡി ആൻഡ് ജി. ഈ ഡിപ്പെൻഡൻറ്റ് എന്നുള്ള വേർഡ് എപ്പോഴും ഡമ്മി ആക്ടിവിറ്റി നമ്മൾ വരക്കാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നതാണ് ഡിപ്പെൻഡൻറ്റ് എന്നുള്ളത്. ഓക്കെ, സോ എം ഈസ് ഡിപ്പെൻഡൻറ്റ് എന്ന് പറയുമ്പം, അല്ലെങ്കിൽ നമ്മൾക്കിപ്പോൾ ഇത് രണ്ടും ഒരു ഇവൻ്റ് ആക്കിയിട്ട് അതിൽ നിന്ന് എം സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും. പക്ഷെ നമ്മൾ അങ്ങനെ ചെയ്യാത്തത് എന്താ, അങ്ങനെയല്ല, ഇത് രണ്ടും സെപ്പറേറ്റ് ഈവൻറ്റ്സ് ആണ്. ബട്ട് എം ഈസ് ഡിപ്പെൻഡൻറ്റ് ഓൺ ഡി ആൻഡ് ജി. അങ്ങനെ വരുന്ന കേസിൽ ഡിപ്പെൻഡൻസി കാണിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഡോട്ട് ആരോ, ദിസ് ഈസ് കോൾഡ് ഡമ്മി ആക്ടിവിറ്റി മാർക്ക് ചെയ്യുന്നത്. അങ്ങനെ നമ്മൾ എം മാർക്ക് ചെയ്തു. ഇനി അടുത്ത പോയിന്റ് എന്താ, നെയ്തർ ഇ ഓർ എഫ് ക്യാൻ സ്റ്റാർട്ട് ബിഫോർ ബി ഈസ് കംപ്ലീറ്റഡ്. സോ ബി കംപ്ലീറ്റ് ചെയ്യാതെ ഇഒ എഫോ സ്റ്റാർട്ട് ചെയ്യാൻ പറ്റത്തില്ല എന്ന്. സോ അതിൻ്റെ അർത്ഥം എന്തെന്നാണ്, ഇഒ എഫും ബി കഴിഞ്ഞിട്ട് വരുന്ന ആക്ടിവിറ്റീസ് ആണ്. ഓക്കെ, സോ ലൈക്ക് ഇതിനൊക്കെ സെയിം മീനിങ് എല്ലാം സെയിം ആണ്, ഡിഫറെൻ്റ് നമ്മൾ ഡിസ്ക്രൈബ് ചെയ്യുന്ന രീതി വേറെയാണ്. ഇപ്പോൾ നേരത്തെ നമ്മൾ സി ആൻഡ് ഡിയുടെ കേസ് എങ്ങനെയാണ് പറഞ്ഞത്, എ മസ്റ്റ് പ്രിസീഡ് സി ആൻഡ് ഡി. സിയുടെയും ഡിയുടെയും പ്രിസീഡിങ് ആക്ടിവിറ്റി എ ആയിരിക്കണം എന്നാണ് ഈ കേസിൽ പറഞ്ഞത്. അതേ കേസിൽ ഇപ്പോൾ ഇ ആൻഡ് എഫിൻ്റെ നമ്മൾ എങ്ങനെയാണ് പറയുന്നത്, നെയ്തർ ഇ ഓർ എഫ് ക്യാൻ സ്റ്റാർട്ട് ബിഫോർ ബി ഈസ് കംപ്ലീറ്റഡ്. ഇ അല്ലെങ്കിൽ എഫ് ബി കംപ്ലീറ്റ് ചെയ്യാതെ സ്റ്റാർട്ട് ചെയ്യാൻ പറ്റത്തില്ല എന്ന്. വേ ഓഫ് ടെല്ലിംഗ് ഡിഫറെൻ്റ് ആണ്, പക്ഷേ കാര്യം സെയിം ആണ്. സോ ഇപ്പം ഇനി എന്താ ചെയ്യേണ്ടത്, അടുത്ത പോയിന്റ് ഇ ആൻഡ് എഫ് മാർക്ക് ചെയ്യാം. ഇ ആൻഡ് എഫ് എവിടെ മാർക്ക് ചെയ്യണം, ബി കഴിഞ്ഞിട്ട് മാർക്ക് ചെയ്യണം. സോ ദിസ് ഈസ് ഇ ആൻഡ് ദിസ് ഈസ് എഫ്. ഓക്കെ, സോ ഇ ആൻഡ് എഫ് നമ്മൾ മാർക്ക് ചെയ്തു. ഇനി അടുത്ത എന്തെന്നാണ്, നെയ്തർ ഇ ഓർ എഫ് ക്യാൻ സ്റ്റാർട്ട് ബിഫോർ ബി ഈസ് കംപ്ലീറ്റഡ് ബട്ട് ഇ ആൻഡ് എഫ് ക്യാൻ ബി പെർഫോംഡ് കൺകറൻ്റ്ലി അല്ലേ. അതുകൊണ്ടിട്ടാണ് നമ്മൾ ഇ ആൻഡ് എഫ് ഒരേപോലെ വരച്ചത്. ഒരു കൺകറൻ്റ്ലി എന്ന് വെച്ചാൽ ഒരേ സമയം ചെയ്യാൻ പറ്റുന്നതാണ്, പക്ഷേ ബി കഴിയാതെ ചെയ്യാനും പറ്റത്തില്ല. സോ നമ്മളിങ്ങനെ വരച്ചു. ഓക്കെ, ഇനി ഡി മസ്റ്റ് പ്രിസീഡ് എച്ച്. സോ ഡി മസ്റ്റ് പ്രിസീഡ് എച്ച് എന്ന് പറയുമ്പം എച്ച് എന്നുള്ള ആക്ടിവിറ്റിയുടെ മുന്നത്തെ ആക്ടിവിറ്റി ഏതായിരിക്കണം, ഡി ആയിരിക്കണം. സോ നമ്മൾ ഡി എവിടെ നിർത്തിയത്, എഫിലാണ് നിർത്തിയത് അല്ലെ, 5 നിർത്തിയത്. സോ 5 ആക്ടിവിറ്റി നമുക്ക് കിട്ടിയ എന്തെന്നാ, എച്ച്. നോക്കൂ, ഇവിടെ നമ്മൾ മാർക്ക് ചെയ്തു, എച്ച് മാർക്ക് ചെയ്തു. സോ ആസ് പെർ ദ ഇൻസ്ട്രക്ഷൻ ഡി മസ്റ്റ് പ്രിസീഡ് എച്ച്. ഇത് ഞാൻ വിട്ടിട്ടുണ്ടായിരുന്നതാണ് 7, കാരണം നേരത്തെ നിങ്ങൾ കണ്ടില്ലേ, എഫിൻ്റെ ഫൈനൽ ഇവൻറ്റ് വച്ചിട്ടുണ്ടായിരുന്നു, 7ൻ്റെ ഫൈനൽ ഇവൻറ്റ് ഇത് ഓർഡർ കൊടുത്തപ്പോൾ മാറിപ്പോയതാണ്. ഇപ്പോൾ 7 നേരത്തെ ഈ ഡമ്മിയുടെ കാര്യം ഇപ്പോൾ പറഞ്ഞിട്ടില്ല കേട്ടോ, ഇപ്പോൾ ഇത് നോക്കണ്ട, ഞാൻ പറയാം.
എനിവേ എച്ച് മസ്റ്റ് പ്രിസീഡ് ഡി മസ്റ്റ് പ്രിസീഡ് എച്ച്. ഇവിടം വരെ ആയി. ഇനി നെക്സ്റ്റ് പോയിന്റ് എന്താ? ജെ ഈസ് ഡിപ്പെൻഡൻറ്റ് ഓൺ ബോത്ത് ഇ ആൻഡ് എഫ്. സോ ജെ ഈസ് ഡിപ്പെൻഡൻറ്റ് ഓൺ ബോത്ത് ഇ ആൻഡ് എഫ്. അടുത്ത പുതിയ ആക്ടിവിറ്റിയാണ് ജെ. ജെ എന്തിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നു? ഇ ആൻഡ് എഫിനെ ഡിപ്പെൻഡ് ചെയ്ത് ഇരിക്കുന്നു. സോ എങ്ങനെ ചെയ്യാം? ഒന്നല്ലെങ്കിൽ നമ്മൾക്ക് എഫിന്ന് ജെ മാർക്ക് ചെയ്യാം, എന്നിട്ട് ഡിപ്പെൻഡൻ്റ് ആയതുകൊണ്ടിട്ട് ആരോ മാർക്ക് ഇട്ട് കൊടുക്കാം. അല്ലെങ്കിൽ നമ്മൾക്ക് ഇന്ന് മാർക്ക് ചെയ്യാം, ജെ ഡിപ്പെൻഡൻ്റ് ആയതുകൊണ്ട് ഏതെങ്കിലും ഒന്നിന്ന്. ഇപ്പം നമ്മൾ നേരത്തെ ഇത് പറഞ്ഞില്ലേ എമ്മിൻ്റെ കേസ്, അതുപോലെ തന്നെ. പക്ഷേ എം നമ്മൾ എന്താ ഇവിടെ നിന്ന് മാർക്ക് ചെയ്യാതിരുന്നത്? കാരണം എച്ച് എന്ന് പറഞ്ഞ ഒരു ആക്ടിവിറ്റി ഇവിടെ വരുന്നത് കൊണ്ടിട്ട് എം നമ്മൾ 6 എടുത്തു. പക്ഷേ ഇനി അടുത്ത ജെ എന്ന് പറഞ്ഞ ആക്ടിവിറ്റി ഒരിക്കൽ ഏതെങ്കിലും ഒരു പോയിന്റിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യാം. നമ്മൾക്കിപ്പോൾ ജെനെ ഇവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യിപ്പിക്കാം 7 നിന്ന്. ആൻഡ് ഈ ജെ ഈസ് ഡിപ്പെൻഡൻറ്റ് ഓൺ ഇ ആൻഡ് എഫ് എന്ന് പറയുന്നത് കൊണ്ടിട്ട് ഇത് നമ്മൾ കണക്ട് ചെയ്തു ഡമ്മി ആക്ടിവിറ്റി വെച്ചിട്ട്. ഓക്കെ, ഇനി ലാസ്റ്റ് പോയിന്റ് എന്താ? കെ ക്യാൻ ബിഗിൻ ഓൺലി ആഫ്റ്റർ ജെ എം എച്ച് ആർ കംപ്ലീറ്റഡ്. സോ അടുത്ത ഇവൻ്റ് ആണ് ജെ ഉണ്ട് നമ്മൾക്ക്. ഇപ്പോൾ ഈ 9 ഞാൻ വരച്ചിട്ടില്ല എന്ന് വിചാരിക്കും, 9 വന്നിട്ടില്ല ഇവിടെ. സോ ജെ എച്ച് എം എന്നുള്ള ആക്ടിവിറ്റി ആയിട്ട് ഇപ്പോൾ ഇവിടെ നിൽക്കുകയാണ്. ഓക്കെ, ഇനി എന്താ പറയുന്നത്? ഇനി അടുത്ത ആക്ടിവിറ്റി കെ ആണ് പറയുന്നത്. കെ എങ്ങനെയാണ് ആവുന്നത്? കെ എപ്പോഴാണ് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുന്നത്? വെന്നെവർ ജെ എച്ച് ആൻഡ് എം ക്യാൻ ബി കംപ്ലീറ്റഡ്. ഈ 3 ജെ എച്ച് എമ്മും കംപ്ലീറ്റ് ചെയ്താൽ മാത്രമേ കെ സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുള്ളൂ അല്ലേ? സോ കെന് നമ്മൾ അപ്പോൾ നമുക്ക് മനസ്സിലായി ഇതൊരു ഇവൻ്റ് ആയിട്ട് കൊടുക്കണമെങ്കിൽ അടുത്ത ഇവൻ്റ് നമുക്ക് കെ സ്റ്റാർട്ട് ചെയ്യാം. സോ ഇതിപ്പോൾ നമ്മൾ ഈ 3 ബ്രാഞ്ചും സെപ്പറേറ്റ് ആയിട്ട് ഇരിക്കുകയെന്ന് വിചാരിച്ചോ. നെക്സ്റ്റ് പോയിന്റ് നമ്മൾ വായിക്കുന്നതാണ് കെ ക്യാൻ ഓൺലി ബി സ്റ്റാർട്ടഡ് വെന്നെവർ ജെ എച്ച് ആൻഡ് എം ക്യാൻ ഇസ് കംപ്ലീറ്റഡ്. സോ ജെ എച്ച് ആൻഡ് എം കംപ്ലീറ്റ് ചെയ്യുന്ന നമ്മളൊരു ഇവൻ്റായി കാണിച്ചിട്ട് ദെൻ വി സ്റ്റാർട്ടഡ് കെ. ഓക്കെ, നെക്സ്റ്റ് ലാസ്റ്റ് എന്താ? എൽ ഈസ് ദ ലാസ്റ്റ് ഓപ്പറേഷൻ വിച്ച് ഫോളോസ് കെ. സോ എൽ ഈസ് ദ ലാസ്റ്റ് ഓപ്പറേഷൻ. സോ കെക്ക് നമ്മൾ തരുന്ന ഇവൻ്റ് 10 ആണെങ്കിൽ കെ കഴിഞ്ഞ് വരുന്ന ലാസ്റ്റ് ഓപ്പറേഷനാണ് എല്ല് മാർക്ക് ചെയ്ത്. ഇതാണ് ഈ നെറ്റ്വർക്ക് ഡയഗ്രാം. എല്ലാവർക്കും ഡൗട്ട് ഉണ്ടാകും. നമ്മൾ ചെയ്ത് വരുമ്പോഴേ അത് ക്ലിയർ ആവുള്ളൂ. മെയിൻലി ഈ ഡമ്മി ഓപ്പറേഷൻ മാർക്ക് ചെയ്യുന്നത്. പിന്നെ ഇതുപോലെ നമ്മൾ ഓരോ ആക്ടിവിറ്റിയും കഴിഞ്ഞിട്ട് ഓരോ ഈവൻ്റ് ഇട്ട് കൊടുക്കുക. സംടൈംസ് ഇപ്പോൾ ഇത് 3ൻ്റെ ഫൈനൽ ഇവൻ്റ് 9 സെയിം ആയി അല്ലേ? അത് നമ്മൾ അടുത്ത പോയിന്റിൽ നിന്നായിരിക്കും നമുക്ക് മനസ്സിലാവുന്നത് ഇത് 3ൻ്റെയും ഫൈനൽ ഇവൻ്റ് സെയിം ആണെന്ന്. അതുവരെ നമ്മളിപ്പോൾ എമ്മിന് ഒരു ഫൈനൽ ഇവൻ്റ് ഇട്ട് കൊടുക്കുക, എച്ചിന് ഒരു ഫിനിഷിംഗ് ഇവൻ്റ്, ജെക്ക് ഒരു ഫിനിഷിംഗ് ഇവൻ്റ്, 3ന് 3 ആയിരിക്കും. പക്ഷേ അടുത്ത പോയിന്റ് എന്താ പറയുന്നത്? ഇത് 3 സെയിം ഒരുമിച്ച് തീർന്നാൽ മാത്രമേ കെ സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുള്ളൂ. സോ ഇത് 3 വന്നു ചേരുന്നത് ഒരേ ഇവൻ്റിലായിരിക്കും. അത് നമ്മൾ പെൻസിൽ വെച്ച് വരച്ച് പോയിട്ട് ഏറ്റവും ഫൈനൽ നമ്മൾക്ക് ഇത്തിരി കറക്റ്റ് എന്ന് തോന്നിയതിൽ നമ്മൾ ഉറപ്പിക്കുക. അങ്ങനെയാണ് നെറ്റ്വർക്ക് വരക്കുന്നത്. ഓക്കെ, സോ അടുത്ത ക്വസ്റ്റ്യനും കൂടെ നമുക്കൊന്ന് ചെയ്ത് നോക്കാം. അപ്പോൾ ഇത്രയും കൂടെ ക്ലിയർ ആവും. ഈ ക്വസ്റ്റ്യൻ എല്ലാവരും എഴുതിയെടുക്കൂ നോട്ട്ബുക്കിൽ തന്നെ. ഇപ്പം നിങ്ങൾ ഇത് വരച്ചിട്ടുണ്ടാവുമെന്ന് ഞാൻ വിചാരിക്കുന്നു. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോട്ട്ബുക്കിൽ എഴുതിയെടുക്കുക. ഡ്രോ ദ ആരോ നെറ്റ്വർക്ക്സ് ഫോർ എ പ്രോജക്റ്റ് ബേസ്ഡ് ഓൺ ദ ഫോളോയിങ് ഡാറ്റ. ഇതിൽ പറയുന്ന ആക്ടിവിറ്റീസ് ABCDEFGH ആൻഡ് K. ഇത്രയും ആക്ടിവിറ്റീസ് ഉണ്ട്. ഇനി ആക്ടിവിറ്റി ഡയഗ്രാം വരക്കുന്നതിൻ്റെ പോയിന്റ്സ് ആണിത്. എല്ലാവരും ഒന്ന് എഴുതിയെടുക്കുക. ഇതിലിപ്പം നമ്മൾ ഇവൻറ്റിൻ്റെ നമ്പറിങ് പറയുന്നുണ്ട്, ആക്ടിവിറ്റിയും പറയുന്നുണ്ട്. നേരത്തെ ക്വസ്റ്റ്യനിൽ നമ്മൾ ജസ്റ്റ് ആക്ടിവിറ്റീസ് മാത്രമേ പറയുന്നുള്ളൂ. ഈ കേസിൽ നമ്മൾ ഇവൻറ്റും പറയുന്നുണ്ട്. ഡിഫറെൻറ്റ് വേസ് ഓഫ് ഡ്രോയിങ് നെറ്റ്വർക്ക് ഡയഗ്രാം ആണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, സോ എല്ലാവരും ഈ പോയിന്റ്സ് എഴുതിയെടുക്കുക. ദിസ് ഈസ് യുവർ സെക്കൻഡ് ക്വസ്റ്റ്യൻ. To draw an arrow network for a project. എഴുതിയെടുക്കുമല്ലേ എല്ലാവരും? പ്ലീസ് ടേക്ക് ഇറ്റ് ഡൗൺ. ആക്ടിവിറ്റീസ് A, B and C start simultaneously. Activity D can be performed after completion of activity A. Next, activity E succeeds the activity B. Activity F succeeds the activity C. Activity G can start only after completing the activities D, E and F. Activity B alone enters the event 3. Activity C alone enters the event 4. Activity E emerges out of the event 3. Activity F emerges out of event 4. Activity D and E enter event 6. G should start only after D, E and F are completed. H must supersede F. K can begin
only after G and H are completed. തീർന്നു കഴിഞ്ഞാൽ ലെറ്റ് മീ നോ. എഴുതി ആൻസർ ലൈക്ക് ക്വസ്റ്റ്യൻ എഴുതി കഴിഞ്ഞാൽ ഒന്ന് പറയുക. സോ ഇനി ഇതെങ്ങനെ നമ്മൾക്ക് വരക്കുക എന്ന് നോക്കാം. ഫസ്റ്റ് പോയിന്റ് എന്താണ്? ആക്ടിവിറ്റീസ് എ ബി ആൻഡ് സി സ്റ്റാർട്ട്സ് സൈമൾട്ടന്യൂസ്ലി. സോ നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ എ ആൻഡ് ബി കൺകറന്റ്ലി സ്റ്റാർട്ട് ചെയ്തു എന്ന് പറഞ്ഞ കൂട്ട് തന്നെ എ ബി സി സ്റ്റാർട്ട് സൈമൾട്ടന്യൂസ്ലി. ഒരുമിച്ചാണ് എ ബി സി സ്റ്റാർട്ട് ചെയ്യുന്നത്. സോ ഇതിൽ ഈവൻസിൻ്റെ നമ്പർ പറയുന്നുണ്ട് 3, 4, 5 എന്നൊക്കെ പറഞ്ഞിട്ട്. സോ നമ്മൾക്ക് അതിന് എന്തെന്നാ അസ്യൂം ചെയ്യാൻ പറ്റുന്നത്? ഈവൻറ്റ് 1 നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് എന്നുള്ളത് അസ്യൂം ചെയ്യാൻ പറ്റും അല്ലേ? സോ നമ്മൾക്ക് ഈവൻറ്റ് 1 നിന്ന് സ്റ്റാർട്ട് ചെയ്തു എന്ന് പറഞ്ഞാൽ അസ്യൂം ചെയ്തിട്ട് എ ബി സി കൺകറന്റ്ലി എങ്ങനെയായിരിക്കും എന്ന് നോക്കാം. എ ഫസ്റ്റ് പോയിന്റ്, അതുപോലെ തന്നെ സെക്കൻഡ് ആക്ടിവിറ്റി, തേർഡ് ആക്ടിവിറ്റി. എ ബി സി ആക്ടിവിറ്റീസ് എ ബി സ്റ്റാർട്ട് സൈമൾട്ടന്യൂസ്ലി. ഇതെല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. സൈമൾട്ടന്യൂസ്ലിയുടെ അർത്ഥം ഒരേ ടൈമിൽ സ്റ്റാർട്ട് ചെയ്തു. സോ എ ആയതുകൊണ്ടിട്ട് ഫസ്റ്റ് എ ആയതുകൊണ്ടിട്ട് 1 ആക്ടിവിറ്റി ഈവൻറ്റിന് സ്റ്റാർട്ട് ചെയ്ത് 2-ൽ എൻഡ് ചെയ്തു എന്ന് കാണിച്ചു. ബി 1 സ്റ്റാർട്ട് ചെയ്ത് 3-ൽ എൻഡ് ചെയ്തു എന്ന് കാണിച്ചു. സി 1 സ്റ്റാർട്ട് ചെയ്ത് 4 എൻഡ് ചെയ്തു. ആ ഓർഡറിങ് ഇട്ടിട്ട് പോകുമ്പോൾ ഓട്ടോമാറ്റിക്കലി അത് ചെയ്ത് പോവുക. സെക്കൻഡ്, ഡി ക്യാൻ ബി പെർഫോംഡ് ആഫ്റ്റർ കംപ്ലീഷൻ ഓഫ് ആക്ടിവിറ്റി എ. മീൻസ് എന്തെന്നാ, ഡി എ കഴിഞ്ഞാലേ സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുള്ളൂ. അതിൻ്റെ അർത്ഥം എന്തെന്നാ, 2 നിന്നായിരിക്കും ഡി സ്റ്റാർട്ട് ചെയ്യുന്നത്. ആൻഡ് ഡിൻ്റെ ഫൈനൽ ഇവൻ്റ് എത്രയായിട്ട് കൊടുക്കാം? 5 ആയിട്ട് കൊടുക്കാം. ഓ ഗോഡ്, ഞാൻ 6 ആണല്ലോ കൊടുത്തേക്കുന്നത്. ഓക്കെ, അതിൻ്റെ ഇപ്പം ലൈക്ക് ഇപ്പം നമ്മൾ 5 ആയിട്ട് കൊടുക്കുന്നില്ല. 5 ആയിട്ട് കൊടുത്തിട്ടു എന്ന് വിചാരിക്കുക. ഇത് നമ്മൾ ലാസ്റ്റാണ് ഇത് മാറ്റുന്നത്. ഇപ്പോൾ ഫുൾ ക്വസ്റ്റ്യൻ വായിച്ച് വരുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ഇപ്പോൾ ആക്ടിവിറ്റി ഇപ്പം നമ്മൾ ഇത് ഞാൻ ആദ്യം 5 ആയിരിക്കും കൊടുത്തത്. പിന്നെ ഞാൻ പറഞ്ഞില്ലേ, എല്ലാം ചെയ്ത് കഴിഞ്ഞ് നമ്മൾ ഒന്നും കൂടെ ക്വസ്റ്റ്യൻ രണ്ടാമത് വായിക്കുമ്പോഴാണ് നമ്മൾക്ക് റബ്ബ് ചെയ്തിട്ട് എല്ലാം തിരുത്തി നമ്മൾ ക്വസ്റ്റ്യന് കറക്റ്റ് ആയിട്ടുള്ള ആൻസറിലോട്ട് എത്തും. ഇപ്പം നമ്മൾ ഡി മാർക്ക് ചെയ്തു. സോ ഇവിടെ 5 ആയിട്ട് മാർക്ക് ചെയ്തു എന്ന് വിചാരിക്കുക, ഓർ 6 വാട്ടെവർ. അടുത്തത് ആക്ടിവിറ്റി ഇ സക്സീഡ്സ് ദ ആക്ടിവിറ്റി ബി എന്ന് വെച്ചാൽ നിന്നാ ഇ ആണ് ബിക്ക് സക്സീഡിങ് ആക്ടിവിറ്റി ആയിട്ട് വരുന്നത്. ദാറ്റ് മീൻസ് ബി കഴിഞ്ഞ് വരുന്ന ആക്ടിവിറ്റി എന്തെന്നാണ്? ഇ മാർക്ക് ചെയ്തു. ഓക്കെ, നെക്സ്റ്റ് ഇപ്പം ഇ മാർക്ക് ചെയ്തിട്ട് ഇയും നമ്മൾ വേറെ ഒരു ഫൈനൽ ഇവൻറ്റിലോട്ടാണ് മാർക്ക് ചെയ്തതെന്ന് വിചാരിക്കുക. അങ്ങനെയൊക്കെ എല്ലാവരും ചെയ്യുള്ളൂ. ഇപ്പം നമ്മൾക്കറിയില്ലല്ലോ ഡി ആൻഡ് ഇ ഒരുമിച്ച് ഒരു ഇവൻറ്റിലോട്ടാണ് പോകുന്നതെന്ന്. നമ്മൾ എന്താ ചെയ്യുന്നത്? ഇയും ഇതുപോലെ മാർക്ക് ചെയ്ത് ഒരു ഫൈനൽ ഇവൻറ്റ് കൊടുക്കും. നെക്സ്റ്റ് ആക്ടിവിറ്റി എഫ് സക്സീഡ്സ് ആക്ടിവിറ്റി സി. സോ സി കഴിഞ്ഞ് വരുന്ന ആക്ടിവിറ്റിയാണ് എഫ് മാർക്ക് ചെയ്തു. ഓക്കെ, ഇനി പറയുന്നത് ആക്ടിവിറ്റി ജി ക്യാൻ സ്റ്റാർട്ട് ഓൺലി ആഫ്റ്റർ കംപ്ലീറ്റിംഗ് ആക്ടിവിറ്റി ഡി, ഇ ആൻഡ് എഫ്. സോ ആക്ടിവിറ്റി ജി എപ്പോഴാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്? ഡിയും ഇയും എഫും സ്റ്റാർട്ട് ചെയ്താൽ മാത്രമേ ആക്ടിവിറ്റി ജി സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുള്ളൂ. സോ ദാറ്റ് മീൻസ് ഒരു ഡമ്മി ആക്ടിവിറ്റി. സോ നമ്മളിപ്പോൾ ഒരു ആക്ടിവിറ്റി ജി ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യണം? ഡിയും ഇയും എഫും ഇത് ഓൾറെഡി ഇവിടെ ലിങ്ക്ഡ് ആയിട്ട് നമ്മൾ വരച്ച് വെച്ചിട്ടുണ്ട്. ഇനി എഫും കൂടെ അവിടെ ലിങ്ക് ആക്കണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? നമ്മളൊരു ഡമ്മി ആക്ടിവിറ്റി കൊടുക്കണം. എന്നിട്ട് നമ്മൾ ജി സ്റ്റാർട്ട് ചെയ്യിപ്പിച്ചു. ഓക്കെ, സോ ആക്ടിവിറ്റി ജി ക്യാൻ സ്റ്റാർട്ട് ഓൺലി ആഫ്റ്റർ കംപ്ലീറ്റിംഗ് ആക്ടിവിറ്റി ഡി, ഇ ആൻഡ് എഫ്. അതാണ് ഇവിടെ ഡമ്മി ആക്ടിവിറ്റി വരുന്നത്. ഇനി ഈ ഈവൻസിൻ്റെ ഇപ്പം ഞാൻ നേരത്തെ പറയുന്നത് നമ്മൾ ലാസ്റ്റ് നമ്മൾ പോളിഷ് ചെയ്യുന്ന സ്റ്റേജാണ് ഇനി വരുന്നത്. ആക്ടിവിറ്റി ബി എലോൺ എൻറ്റേഴ്സ് ദ ഇവൻറ്റ് 3. സോ ആക്ടിവിറ്റി ബി നമ്മൾ ഓൾറെഡി വരച്ചു, അത് ബിയിലോട്ടാണ് എൻ്റർ ചെയ്യുന്നത്. ഇപ്പം നമ്മളിവിടെ വേറെ ഏതെങ്കിലും നമ്പറാണ് കൊടുത്തെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? അത് റബ്ബ് ചെയ്തിട്ട് 3 ആക്കണം. ഇത് നെക്സ്റ്റ് ആക്ടിവിറ്റി സി എലോൺ എൻറ്റേഴ്സ് ദ ഇവൻറ്റ് 4. ആക്ടിവിറ്റി സി എൻറ്റേഴ്സ് ദ ഇവൻറ്റ് 4. ഓക്കെ, 4 കറക്റ്റാണ്. ഇനി ആക്ടിവിറ്റി ഇ എമേർജസ് ഔട്ട് ഓഫ് ഇവൻറ്റ് 3. ആക്ടിവിറ്റി ഇ ഇവൻറ്റ് 3യിൽ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. സോ ഇത് നമ്മൾ റബ്ബ് ചെയ്തിട്ട് അത് ഇൻ കേസ് 3 അല്ലെങ്കിൽ റബ്ബ് ചെയ്തിട്ട് 3 ആക്കുക. ഓക്കെ, നെക്സ്റ്റ് ആക്ടിവിറ്റി എഫ് എമേർജസ് ഔട്ട് ഓഫ് ഇവൻറ്റ് 4. ഇവൻറ്റ് 4ൽ നിന്നാണ് ആക്ടിവിറ്റി എഫ് വരുന്നത്. സോ അതും ചെക്ക് ചെയ്തു.
ഇവൻറ്റ് 4 നിന്നാണ് ആക്ടിവിറ്റി എഫ് വന്നേക്കുന്നത്. ഇൻ കേസ് അത് തെറ്റാണെങ്കിൽ അത് കറക്റ്റ് ആക്കുക. ഇനി നെക്സ്റ്റ് പോയിന്റ് എന്താണ്? ആക്ടിവിറ്റി ഡി ആൻഡ് ഇ എൻ്റർ ഇവൻറ്റ് 6 അല്ലേ. ഇപ്പം നമ്മളിപ്പം ഇക്ക് ഇവിടെ വേറെയാണ് കൊടുത്തിട്ടുണ്ടായിരുന്നെങ്കിൽ അത് തെറ്റിപ്പോകും. കാരണം ഡിയും ഇയും ഏത് ഇവൻറ്റിലാണ് ചെല്ലുന്നതെന്നാണ് പറയുന്നത്? 6ലാണ് പോകുന്നതെന്നാണ് പറയുന്നത്. സോ അങ്ങനെയുള്ള കേസിൽ ഇപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? ഇവിടെ ഓൾറെഡി വേറെ നമ്മൾ ഇക്ക് ഒരു ഫൈനൽ ഇവൻറ്റ് കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് മാറ്റിയിട്ട് നമ്മൾ ഇനെയും കൂടെ 6ലോട്ട് ആക്കി കൊടുക്കും. ഓക്കെ, സോ ഡി ആൻഡ് ഡി ഇപ്പം നമ്മളിവിടെ നേരത്തെ 5 ആണ് കൊടുത്തേക്കണമെങ്കിൽ എന്ത് പറ്റും? നമ്മളുടെ ആസ് പെർ ദ ക്വസ്റ്റ്യൻ ഇത് 6 ആയിരിക്കണം. ആൻഡ് അതായതുകൊണ്ടിട്ട് ഇപ്പം നമ്പറിങ് വ്യത്യാസം ഉണ്ടെങ്കിൽ നമ്മൾ ഇവിടെ എന്ത് ചെയ്യും? 5 മാറ്റിയിട്ട് അത് 6 ആക്കി കൊടുക്കും. സോ ഡി ആൻഡ് ഇ 6ലോട്ട് എൻ്റർ ചെയ്തു. ഇനി ജി ഷുഡ് സ്റ്റാർട്ട് ഓൺലി ആഫ്റ്റർ ഡി ഇ ആൻഡ് എഫ് ആർ കംപ്ലീറ്റഡ്. സോ ഡി ഇ ആൻഡ് എഫ് ആർ കംപ്ലീറ്റഡ് എന്നുള്ള രീതിക്ക് ആകണമെങ്കിൽ ഇവിടെ ഒരു ഡമ്മി കൊടുക്കണം. സോ ഡമ്മി കൊടുത്തു. ഇനി അടുത്ത 2 പോയിന്റ് എന്താണ്? സോ ജിയുടെ വരച്ചു. ഇനിയുള്ളത് എന്താണ്? എച്ച് എഫിന് സൂപ്പർസീഡ് ചെയ്ത് വരുന്നതാണ്. സോ ഇവിടെ എച്ച് മാർക്ക് ചെയ്തു. ഇതും നമ്മൾ ചിലപ്പോൾ 2 ഇവൻ്റ് ആയിട്ട്, ജിക്ക് ഒരു ഫൈനൽ ഇവൻറ്റും എച്ചിന് ഒരു ഫൈനൽ ഇവൻറ്റും ആയിട്ടാണ് മാർക്ക് ചെയ്തതെന്ന് വിചാരിച്ചോ. പക്ഷെ ലാസ്റ്റ് പോയിന്റ് എന്താണ് നമ്മൾക്ക് വരുന്നത്? കെ ജി വെച്ചും കഴിഞ്ഞാൽ മാത്രമേ സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുള്ളൂ. സോ നമ്മൾ ആ 2 ഇവൻറ്റ് കൊടുത്തത് മാറ്റി ഒറ്റൊരു ഇവൻ്റ് ആക്കി കെ അതിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്ന രീതിക്ക് ആക്കിയെടുക്കും. സോ 8 ഈസ് ദ ഫൈനൽ ഇവൻറ്റ്. നമ്മൾ വരച്ച് ചെയ്താൽ ഇത് മനസ്സിലാവുള്ളൂ ഓരോ പോയിന്റ്. സംടൈംസ് ഇപ്പം നമ്മൾക്ക് ലോജിക്കലി ആയിട്ട് നമ്മൾ നമ്പറിങ് ഇട്ട് പോകും. പക്ഷേ ആസ് പെർ ദ ക്വസ്റ്റ്യൻ ഇപ്പം നമ്മൾക്ക് നമ്പറിങ് വേറെ രീതിയിലായിരിക്കും എളുപ്പം. പക്ഷേ എപ്പോഴും ക്വസ്റ്റ്യന് കറക്റ്റായിട്ട് വേണം നമ്പറിങ് എല്ലാം ചെയ്യാൻ വേണ്ടിയിട്ട് ആക്ടിവിറ്റീസ് വരാൻ. സോ ദിസ് ഈസ് ദ ഫൈനൽ പ്രോഡക്റ്റ്. ഇങ്ങനെയാണ് ഇപ്പം ഇതിപ്പം ഓൾറെഡി നമ്മൾ ആൻസർ ചെയ്തേക്കുന്നതുകൊണ്ടിട്ടാണ് ഒരു ഫൈനലായിട്ട് ഈ ഉത്തരം വരുന്നത്. ഇൻ കേസ് ഇപ്പം നമ്മൾ പെൻസിൽ കൊണ്ട് വരയ്ക്കുകയോ ചെയ്യുകയൊക്കെ ആണെങ്കിൽ നമ്മൾ കുറേ വരച്ച് റബ്ബ് ചെയ്ത് ആൻസറിന് ക്വസ്റ്റിന് ആപ്റ്റായിട്ടുള്ള ആൻസർ ആക്കി എടുക്കുക. എല്ലാത്തിനും ഇപ്പം നോക്കൂ, ഡിക്ക് നമ്മളൊരു ഫൈനൽ ഇവൻറ്റ് വരച്ചു, ഇക്ക് ഒരു ഫൈനൽ ഇവൻറ്റ് വരച്ചു, എഫിനൊരു ഫൈനൽ ഇവൻറ്റ് വരച്ചു. അങ്ങനെയൊക്കെ വരച്ച് നമ്മൾ ലാസ്റ്റ് ഇതൊക്കെ ചെയ്ത് എന്തൊക്കെ ചെയ്ത് പിന്നെ ആയിരിക്കും ആ ഒരു പോയിന്റ് വരുന്നത് എന്ത്? ഡിയും ഇയും ഒരേ ഇവൻറ്റിലാണ് അവസാനിക്കുന്നതെന്ന്. അപ്പോൾ പിന്നെയും നമ്മൾ ആ ഒരു മിഡിൽ പോർഷൻ നമുക്ക് കറക്റ്റ് ചെയ്യേണ്ടി വരും. കാരണം 3 ഇവൻറ്റ് വരച്ചത് നമ്മൾ എന്താക്കി? 2 എണ്ണം ആക്കി. കാരണം ഡിയും ഇയും ഒരു ഇവൻറ്റിലാണ് എൻഡ് ആവുന്നത്. സോ അതിനനുസരിച്ച് നമ്മൾ റിഫൈൻ ചെയ്ത് നമ്മളുടെ ആൻസറിനെ ക്വസ്റ്റ്യൻ്റെ കറക്റ്റ് ആൻസർ ആക്കി എടുക്കണം. അതാണ് നെറ്റ്വർക്കിങ്ങിൽ ഇതിൽ നോക്കേണ്ട ഒരു കാര്യം. ഓക്കെ, സോ ഇത് മനസ്സിലായെന്ന് വിചാരിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ കൂടെ നമുക്ക് നോക്കാം. ഇത് ആക്ച്വലി ഇനി ശരിക്കും പറഞ്ഞാൽ നിങ്ങളുടെ കൺസ്ട്രക്ഷൻ CPM മെത്തേഡും പെർട്ട് മെത്തേഡിലും ആരോ ഡയഗ്രം വരച്ചാൽ മാത്രമേ നമുക്ക് അതിൻ്റെ കാൽക്കുലേഷൻസും പ്രോബ്ലംസും ചെയ്യാൻ പറ്റുള്ളൂ. ഈ ആരോ ഡയഗ്രം വരയ്ക്കുന്നതാണ് ഒരു ട്രിക്കി ആയിട്ടുള്ള കാര്യം. അത് നമ്മൾ ഇത്രയും കാര്യങ്ങൾ ഗ്രഹിച്ച് ഇങ്ങനെ ആയിരിക്കും ഓരോ ഇവൻറ്റും ഇങ്ങനെ ആയിരിക്കും പോകുന്നതെന്ന് മനസ്സിലാക്കി ആ ആരോ ഡയഗ്രം കറക്റ്റായിട്ട് വരച്ചാൽ മാത്രമേ പിന്നെ നമ്മൾക്ക് ആ പ്രോബ്ലം ചെയ്തിട്ട് കാര്യമുള്ളൂ. ഓക്കെ, സോ ഒരു വേ ഓഫ് ഡ്രോയിങ്ങും കൂടെ ഉണ്ട്, അതും കൂടെ നോക്കാം. അത് കൺസ്ട്രക്ട് ദ നെറ്റ്വർക്ക് ഫോർ ദ ഫോളോയിങ് സിറ്റുവേഷൻ. ഇതിൽ നമുക്ക് ഐ എന്താണ്? ഇനിഷ്യൽ ഇവൻ്റ് ആണ്. ജെ നോഡ് ഫൈനൽ ഇവൻ്റ് ആണ്. ഓരോ ആക്ടിവിറ്റിയുടെ ഐ നോഡും ജെ നോഡും തന്നിട്ടുണ്ട്. നമുക്ക് ആക്ടിവിറ്റി നെറ്റ്വർക്ക് ഡയഗ്രാം വരക്കണം. ഇങ്ങനെ വരുമ്പോൾ എങ്ങനെ വരക്കാം എന്നുള്ളതും കൂടെ നോക്കാം. ഇതും എല്ലാവരും ഒന്ന് ടേക്ക് ഡൗൺ എഴുതിയെടുക്കുക. സോ ഇതിൻ്റെ ആൻസറിലോട്ട് നമുക്ക് പോകാം. ഇത് ഇത്രയും കൂടെ എളുപ്പമുള്ളതാണ്. ലൈക്ക് നമുക്ക് എല്ലാത്തിൻ്റെ ഐ നോഡും ജെ നോഡും ഇനീഷ്യൽ ഇവൻറ്റും ഫൈനൽ ഇവൻറ്റും അറിയാം. സോ ഫസ്റ്റ് ABCയുടെ ഐ നോഡ് 1 ആണ്. ദാറ്റ് മീൻസ് ABC എന്താണ്? കൺകറൻറ്റ് ഇവൻറ്റ്സ് ആണ്, അല്ല ആക്ടിവിറ്റീസ് ആണ്. ദാറ്റ് മീൻസ് A, B and C occurs simultaneously ആൻഡ് അവരുടെ ജെ നോഡ് 2, 3, 4 ആണ്. നോക്കൂ, A2 എയുടെ ഇനിഷ്യൽ ഐ നോഡ് 1ഉം ജെ നോഡ് 3ഉം ആണ്. എയുടെ 2 ആണ്, ബിയുടെ 1ഉം 3 ആണ്, സിയുടെ 1ഉം 4ഉം ആണ്. ഇനി അടുത്തത് ഡി സ്റ്റാർട്ട്സ് ഫ്രം 2 ആൻഡ് എൻഡ്സ് ഇൻ 5. സോ ഡി മാർക്ക് ചെയ്യുക. 2 സ്റ്റാർട്ട് ചെയ്ത് 5 മാർക്ക് ചെയ്യുക. അതുപോലെ തന്നെ ഇ എങ്ങനെയാണ്? സ്റ്റാർട്ട്സ് ഫ്രം 3 ആൻഡ് എൻഡ്സ് ഇൻ 5 ആണ്. സോ ഈ പോയിന്റിൽ നിന്ന് ഇവിടെ ആയിരിക്കും. എങ്ങനെ വേണമെങ്കിലും ഇപ്പം ഏത്
രീതിയിൽ നിങ്ങൾ വരച്ചാലും അതിൻ്റെ ഫ്ലോ കറക്റ്റ് ആണെന്നേ ഉള്ളൂ. ഇപ്പോൾ ഇതേ രീതിയിൽ തന്നെ വരക്കണം എന്നൊന്നുമില്ല, പക്ഷെ ആരോടെ ഡയറക്ഷൻ കറക്റ്റ് ആയിരിക്കണം എന്നേ ഉള്ളൂ. സോ 3-ന്ന് 5 എൻഡ് ചെയ്യുന്ന ആക്ടിവിറ്റിയാണ് എന്ത് ഈ. നോക്കൂ, ഇനി അടുത്ത എഫ്. എഫ് സ്റ്റാർട്ട് ഫ്രം 5 ആൻഡ് എൻഡ്സ് ഇൻ 6. സോ ഇവിടെ നിന്നുള്ളതായിരിക്കും എഫ്. നോക്കൂ, എഫ് മാർക്ക് ചെയ്തു. ഇനി ജി. ജി എവിടെ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്ന? 4-ന്ന് സ്റ്റാർട്ട് ചെയ്തിട്ട് 6-ൽ. സോ ജി മാർക്ക് ചെയ്തു. ദെൻ എച്ച് 6 to 7. ദെൻ ഐ. ഐ എവിടെയാ? 4 to 7. എച്ച് 6 to 7 ആണ്. എച്ച് ഫുള്ള് മാർക്ക് ചെയ്തു. നെക്സ്റ്റ് ഐ 4 to 7 ആണ് ഐ. സോ ഇതാണ് ഈ നെറ്റ്വർക്കിൻ്റെ. ഓക്കെ, സോ ദിസ് ഈസ് ഹൗ യു ഡ്രോ എ നെറ്റ്വർക്ക്. ഇപ്പം 3 രീതിയും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഫസ്റ്റ് രണ്ടിലും നമ്മൾ കംപ്ലീറ്റ്ലി ആക്ടിവിറ്റി വെച്ച്, ഒരെണ്ണത്തിൽ ഫുൾ ആക്ടിവിറ്റി വെച്ച് പറഞ്ഞു, രണ്ടാമത്തേതിൽ ആക്ടിവിറ്റിയും ഈവൻറ്റും കൂടെ പറഞ്ഞ് ഇൻസ്ട്രക്ഷൻസ് തന്നിട്ട് നമ്മൾക്ക് വരക്കാൻ പറഞ്ഞു. തേർഡ് ഐ നോടും ജെ നോടും തന്നിട്ട് നമ്മൾ ആക്ടിവിറ്റി നെറ്റ്വർക്ക് അല്ലെങ്കിൽ നെറ്റ്വർക്ക് ഡയഗ്രം വരച്ചു. ഇനി ഈ നെറ്റ്വർക്ക് ഡയഗ്രം വരച്ചു കഴിഞ്ഞാൽ മാത്രമേ ബാക്കിയുള്ള ഡെഫിനിഷൻസിലോട്ടും പ്രോബ്ലത്തിലോട്ടൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. സോ നെറ്റ്വർക്ക് ഡയഗ്രം വരക്കേണ്ട എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇത് ഞാൻ റെക്കോർഡിംഗ് സ്റ്റോപ്പ് ചെയ്യട്ടെ.